ശ്രീമതി ബീന എസ്ആറിൻ്റെ കഥ പ്രതീക്ഷ. അവതരണം ലക്ഷ്മി ശങ്കർ. മേശപ്പുറത്തെടുത്തു വെച്ച വെള്ളക്കടലാസിൽ മിഴികളൂന്നി ഇരിക്കാൻ തുടങ്ങിയിട്ട് എത്ര നേരമായി എന്ന് നിശ്ചയമില്ല. എടുത്ത തീരുമാനം വേണമോ വേണ്ടയോ എന്ന ചിന്ത മനസ്സിനെ ഇളക്കി മറിക്കുന്നു. ഏക പ്രതീക്ഷയായിരുന്ന മകൻ, അവനോട് ചെയ്യുന്ന ക്രൂരതയാകുമോ ഈ വെള്ളക്കടലാസ്? ഇത്രയുമെങ്കിലും ചെയ്തില്ല എങ്കിൽ ഖബറിൽ പോലും സുഖം കിട്ടില്ല. വേണം, അവനറിയണം അവൻ്റെ ഉമ്മയുടെ ഹൃദയവ്യതകൾ. സജലങ്ങളായ മിഴികൾ തുടച്ച് വിറയാർന്ന വിരലിനാൽ എഴുതാൻ തുടങ്ങി. പ്രിയമുള്ള ഷാഹു, നിനക്ക് സുഖമാണെന്ന് കരുതിക്കോട്ടെ. നിനക്ക് ഉമ്മാനെ ഓർമ്മയുണ്ടോ എന്നറിയില്ല. കാരണം ഈ അഗതി മന്ദിരത്തിൽ ഉമ്മ വന്നിട്ട് 3 വർഷങ്ങൾ പിന്നിടുന്നു. ഇതുവരെ നീ ഒന്ന് വരികയോ ഒരു കത്തിടുകയോ ചെയ്തിട്ടില്ല. നീ നിന്റെ മാത്രമൊരു ലോകത്താണ്. അവിടെ നിനക്കു മാത്രമേ പ്രവേശനമുള്ളൂ. ഒരിക്കൽ പോലും അവിടെ നിന്നിറങ്ങാൻ നീ തയ്യാറുമല്ല. ജീവിതം തുടങ്ങിയ കാലം മുതൽ ഉമ്മയും ഉപ്പയും ഒരുപാട് കഷ്ടപ്പെട്ടു. രാവിനെയോ പകലിനെയോ പുലരിയെയോ സന്ധ്യയെയോ സ്നേഹിക്കാൻ ഞങ്ങൾ മറന്നു. പിന്നെ ഇതൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ തുടങ്ങിയത് നീ ഉമ്മാൻ്റെ ഉദരത്തിൽ മുള പൊട്ടിയപ്പോഴാണ്. അതോടെ എല്ലാ ഇല്ലായ്മകളെയും മറക്കാൻ തുടങ്ങി. നിന്നെ കയ്യിൽ കിട്ടിയ അന്ന് ഉമ്മയ്ക്കുണ്ടായ ആനന്ദം ഒരുപക്ഷെ പിന്നെ ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. ഒറ്റ ചിന്തയേ ഉണ്ടായിരുന്നുള്ളൂ, എൻ്റെ മോൻ, അവൻ്റെ വളർച്ച. നോക്കി നിൽക്കി അവൻ വളർന്നു. പരിമിതമായ സാഹചര്യത്തിൽ നിനക്ക് ഒരു കുറവും ഉണ്ടാകാതിരിക്കാൻ പരമാവധി ശ്രമിച്ചു. നീ മിടുക്കനായിരുന്നു. ആരിലും അസൂയ തോന്നിപ്പിക്കുന്ന കുട്ടി. അഭിമാനമായിരുന്നു. എല്ലാവരും ഷഫീർ നല്ല കുട്ടിയാ, മക്കളുണ്ടാവുന്നെങ്കിൽ ഷാഫിയെ പോലും ഉണ്ടാവണം എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ അതിൻ്റേതായ ഒരു അഹങ്കാരവും ഈ ഉമ്മയ്ക്കുണ്ടായിരുന്നു എന്ന് പറയാതെ വയ്യ. എത്ര പെട്ടെന്നാണ് കാലം നമ്മളെ കടന്ന് പൊയ്ക്കൊണ്ടിരുന്നത്. നീ 5ാം ക്ലാസ്സിലെത്തിയപ്പോൾ നാട്ടിലെ സ്കൂളിൽ നിന്നും മാറ്റി ടൗണിലെ സ്കൂളിലാക്കി. നിന്റെ പഠിപ്പും സൗകര്യവും ലക്ഷ്യം വെച്ച് ഉമ്മയും ഉപ്പയും ഒരു വീട് വാടകയ്ക്കെടുത്ത് നിന്റെ ഒപ്പം വന്നു. നീ വളർന്നുകൊണ്ടേയിരുന്നു, ഒപ്പം നിന്റെ അറിവ്. ഇതൊക്കെ നാട്ടിൽ ബന്ധുക്കൾക്കിടയിൽ വലിയ സംസാരമായി. അതൊന്നും ഉപ്പായ്ക്കൊരു വിഷയമേ ആയിരുന്നില്ല. നീ എന്ന മോനെ വളർത്തി വലിയവനാക്കണം എന്ന ഒറ്റ ചിന്ത. എല്ലാ പ്രതീക്ഷയും തകർത്തുകൊണ്ട് നിന്റെ എഞ്ചിനീയറിംഗ് റിസൾട്ട് വന്നു. നീ പരാജയപ്പെട്ടു എന്ന അറിവ് ഉപ്പയെ വല്ലാതെ തളർത്തി. ഇതിനിടയിൽ നിനക്കൊരു പെൺകുട്ടിയെ ഇഷ്ടമാണെന്നുള്ള കാര്യവും അറിഞ്ഞു. ഇനി എന്താണ് എന്ന ചിന്തയിൽ ആകെ അസ്വസ്ഥമായി. നിന്റെ സ്വഭാവവും മാറി തുടങ്ങി. എന്തിനും ദേഷ്യം, എപ്പോഴും മുറിക്കുള്ളിൽ അടച്ചിരിക്കുക, കയ്യിൽ കിട്ടിയതൊക്കെ എടുത്തെറിയുക, ആരെയും എന്തും പറയുക, സഭ്യമല്ലാത്ത വാക്കുകൾ ഉപയോഗിക്കുക. അതിൻ്റെ കാരണം ഒരുപക്ഷെ നീ ഇഷ്ടപ്പെട്ട പെണ്ണിനെ നിനക്ക് കെട്ടിച്ചു തരില്ല എന്ന പേടിയായിരുന്നിരിക്കാം. നീ ആ കാര്യവും പറഞ്ഞു വന്നപ്പോൾ ഉമ്മ ഒന്നു മാത്രമല്ലേ പറഞ്ഞുള്ളൂ മോനെ, ഒരു പെണ്ണിനെ പോറ്റാൻ പറ്റിയ ഒരു ജോലി നീ സമ്പാദിച്ചു വാ, അന്ന് ഈ കാര്യം ഉപ്പാനോട് ആലോചിക്കാമെന്ന്. അതുകൊണ്ട് തന്നെ നീ ഒരു ജോലി നേടി. അത് ഒരു കുടുംബം കഴിയാൻ പോന്നതായിരുന്നില്ല എന്ന് ഉപ്പായ്ക്ക് അറിയാമായിരുന്നു. എന്നിട്ടും നിങ്ങളുടെ കല്യാണം നല്ല രീതിയിൽ തന്നെ നടത്തി തന്നു. കല്യാണത്തോടെ നീ കുറച്ചുകൂടി ഞങ്ങളിൽ നിന്നും അകന്നു. ആ അകൽച്ച ദിവസം പ്രതി കൂടിക്കൂടി വന്നു. നീ ഞങ്ങളെ കുറ്റപ്പെടുത്തുന്നത് കേട്ട് ആ പെൺകുട്ടിക്ക് ഉപ്പാനെയോ ഉമ്മാനെയോ ഒരു വിലയും ഇല്ലാതായി. ഒടുവിൽ ഒരു കുട്ടിയുണ്ടായതോടെ അവളുടെ വീട്ടുകാരും അവളും ചേർന്ന് നിന്നെയും കൊണ്ട് വേറെ വീടെടുത്തു മാറി. അതോടെ നിന്നെ കാണാനുള്ള അവസരവും ഞങ്ങൾക്ക് നഷ്ടമായി. എങ്കിലും ഒരു സമാധാനമുണ്ടായിരുന്നു, നിങ്ങൾ ഒന്നിച്ചാണല്ലോ എന്നുള്ള സമാധാനം. എന്നാൽ ആ സമാധാനം ഒരുപാട് നാൾ നീണ്ടു നിന്നില്ല. ഒരു ദിവസം നീ ഒറ്റയ്ക്ക് വന്ന് കയറിയപ്പോൾ ഉപ്പ ചോദിച്ചു കുട്ടികൾ എവിടെയെന്ന്. അപ്പോഴാ അറിയുന്നത് നിന്റെ മണവാട്ടി വിദേശത്തേക്ക് പോയി കുഞ്ഞിനെയും കൊണ്ട് അവളുടെ വീട്ടുകാർ അവരുടെ വീട്ടിലേക്കും പോയെന്നു. എന്നിട്ടും പ്രതീക്ഷ കൈവിട്ടില്ല. ഉടനെ നിന്നെയും കുഞ്ഞിനെയും അങ്ങോട്ട് കൊണ്ടുപോകുമെന്ന അറിവിൽ സമാശ്വസിച്ചു. ദിവസങ്ങളും മാസങ്ങളും നമ്മളെയൊക്കെ തോൽപ്പിച്ച് അതിവേഗം ഓടുന്നുണ്ടായിരുന്നു. നീയും നിന്റെ കുഞ്ഞും അവൾക്കൊപ്പം എത്തിയില്ല. 2 വർഷങ്ങൾക്ക് ശേഷം അവൾ മടങ്ങി വന്നു. അതോടെ അവൾക്ക് നിന്നെ വേണ്ടാതായി തുടങ്ങിയിരുന്നു. ആ അകൽച്ച നിന്നെ വീണ്ടും കൂടുതൽ തകർച്ചയിലേക്ക് കൊണ്ടുപോയി. ആ തകർച്ച കണ്ടു നിൽക്കാനാകാതെ
ഹൃദയം തകർന്നു നിന്റെ ഉപ്പ പോയി. ഒറ്റയ്ക്കായ എനിക്ക് ഒരാശ്രയമാകേണ്ട നീ എവിടേക്കെന്നില്ലാതെ പോയി. ഒരു ദിവസം അറിഞ്ഞു നീ അത്യാസന്ന നിലയിൽ സർക്കാർ ആശുപത്രിയിൽ കിടക്കുന്നു എന്ന്. ഓടിപ്പാഞ്ഞ് അവിടെ എത്തി നിന്നെ കാണുമ്പോൾ ഡോക്ടർമാരുടെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന മറുപടിക്ക് മുന്നിൽ നിസ്സഹായയായ ഉമ്മയ്ക്ക് എന്ത് ചെയ്യാനാകും? എന്നിട്ടും മരണത്തിന് നിന്നെ വിട്ടുകൊടുക്കില്ല എന്നൊരു ദൃഢപ്രതിജ്ഞയെടുത്തു. എൻ്റെ തമ്പുരാൻ വീണ്ടും നിന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടു തന്നു. പിന്നെ കുറച്ചുനാൾ നിന്നെ പിറന്നു വീണ കുഞ്ഞിനെ എന്ന പോലെ പരിചരിച്ചു. നീ അത്രയും ദാരുണമായ അവസ്ഥയിൽ കിടക്കുമ്പോൾ നിന്റെ ഭാര്യ ഇന്ത്യ വിട്ടിരുന്നു. ഇതൊക്കെ ഞാൻ എന്തിനാ നിന്നോട് പറയുന്നതെന്നാവും. നിന്റെ നന്മയില്ലാത്ത പ്രവൃത്തികൾ കാരണമാണ് നിനക്ക് ദുരനുഭവങ്ങൾ വന്നത് എന്ന് ഓർമ്മിപ്പിക്കുവാനാണ്. നിന്റെ നശിച്ച ജീവിതം കണ്ടിട്ടാണ് നിന്റെ ഈ ഉമ്മ ഒറ്റയ്ക്കായത്. സാരമില്ല മോനെ, ഉമ്മ ഉണർന്നിരിക്കുന്ന ഓരോ നിമിഷവും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ ഈ അഗതി മന്ദിരത്തിൽ നിന്നും ഉംറയ്ക്ക് പോകുന്നതിന് നറുക്ക് വീണത് ഉമ്മയ്ക്കാണ്. പോകുന്നതിന് മുൻപ് എല്ലാ പേരോടും പൊരുത്തപ്പെടണം. ഉമ്മ കാരണമാണ് നിന്റെ ജീവിതം ഇങ്ങനെയായതെന്ന് ഒരിക്കൽ നീ പറഞ്ഞു. ഒരുപക്ഷെ അങ്ങനെയാണെങ്കിൽ കൂടി നീ ഈ ഉമ്മാനോട് പൊരുത്തപ്പെടണം. ഒരുപക്ഷെ നിനക്ക് ഈ കത്ത് കിട്ടുമ്പോഴേക്കും ഉമ്മ ഉംറയ്ക്ക് പോയിട്ടുണ്ടാകും. മോനോട് ഒന്നൂടെ പറഞ്ഞോട്ടെ, കുറച്ചൊക്കെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായാൽ ഏതൊരു ജീവിതവും സുന്ദരമാക്കാം. ഉമ്മാക്ക് ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ മോനെ, പോയാലൊരു മടക്കമുണ്ടാകരുതേ എന്ന്. അത്രയ്ക്ക് നമ്മയൊന്നും ഉമ്മ ചെയ്തിട്ടുണ്ടാവില്ല എങ്കിലും വെറുതെ ആഗ്രഹിച്ചു പോകുന്നു. നീ പൊരുത്തപ്പെടുമല്ലോ ഉമ്മയോട്. ഉമ്മ.